Dear friends, welcome back to Happy Life TV. പലരുടെയും ഒരു വിചാരമാണ് ഒരുപാട് പണം ഉണ്ടായിക്കഴിഞ്ഞാൽ സമാധാനം കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സമാധാനമില്ല, ഞാൻ കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കി കുറച്ച് ഭൂമിയൊക്കെ വാങ്ങി വലിയ വീടും ഫ്ലാറ്റും ഒക്കെ സ്വന്തമാക്കിയിട്ട് വേണം ഒന്ന് സമാധാനമായി ഒന്ന് വിശ്രമിക്കാൻ എന്ന് പലരും പറയാറുണ്ട്. സമ്പത്ത് കൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ കൊണ്ട് സമാധാനം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ വളരെയധികം ഇനിയും വൈകിപ്പോയിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നമ്മളറിയുന്ന ഒരുപാട് പണക്കാർ സമാധാനത്തിനുള്ള വഴി അന്വേഷിച്ച് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് കൊണ്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കാം, സൗകര്യങ്ങൾ കിട്ടും, സൗകര്യങ്ങളെ കൊണ്ട് താൽക്കാലികമായ സുഖം കിട്ടിയേക്കാം. പക്ഷെ സുഖം ഒരിക്കലും നമ്മളെ സമാധാനത്തിൽ കൊണ്ട് ചെന്നെത്തിക്കില്ല എന്നുള്ളതാണ്. ലോകത്ത് പല മേഖലയിലും ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള സ്റ്റീവ് ജോബ്സിനെ പോലെയുള്ള ഒരുപാട് പ്രമുഖരായ ആളുകൾ മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ് ലോകത്തോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മെസ്സേജുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണിത്. ഞങ്ങൾ പലതും നേടിയിട്ടുണ്ട്, സമ്പത്ത് സ്വന്തമാക്കിയിട്ടുണ്ട്, ലോകത്തെ പല രാജ്യങ്ങളിലും വില്ലകളുണ്ട്, പല രാജ്യങ്ങളിലും ബംഗ്ലാവ്സ് ഉണ്ട്, ഒരുപാട് റിസോർട്ടുകളുണ്ട്, പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് സമാധാനം തന്നിട്ടില്ല എന്നുള്ളത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപാട് പണം ഉണ്ടായിട്ടും എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെന്തോന്ന് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ സമാധാനത്തോടു കൂടെ അഭിനയിച്ച് കാണിക്കാമെന്നല്ലാതെ ഇന്നർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഇന്നർ പീസ്, ആന്തരികമായ സമാധാനം പലപ്പോഴും ഇന്നും ഇത്തരം ആളുകൾക്കൊക്കെയും തന്നെ കിട്ടാക്കനിയായി അവശേഷിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. സമാധാനം, ഇന്നർ പീസ് കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു ആന്തരിക സാറ്റിസ്ഫാക്ഷൻ കിട്ടുവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ അറിയാത്ത പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും അവരെ അറിയേണ്ട കാര്യമില്ല. നമ്മളറിയാത്ത ആളുകൾ, അർഹരാണ് എന്ന് തോന്നുന്ന ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിനനുസരിച്ച് ആ ഒരു ബജറ്റിൽ നിന്നുകൊണ്ട് വീട് വെച്ച് കൊടുക്കാൻ കഴിയുന്നവർ വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി മാറുക. പാവപ്പെട്ട കുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി മാറുക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കാശ് കൊടുക്കുക. ആ മകൻ പഠിച്ചുയർന്നൊരു സ്ഥാനത്തെത്തുമ്പോൾ ദൂരെ നിന്ന് ഉള്ളിലൊരു സന്തോഷം മറ്റുള്ളവർ കാണാൻ വേണ്ടിയില്ല. കാരണം അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഇന്ന് പലപ്പോഴും പല ആളുകളും സംഭാവനകൾ കൊടുക്കുന്നത്, ഡൊണേഷൻസ് കൊടുക്കുന്നത് ഡൊണേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് പേരെഴുതി കാണിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും ഒരു തമാശ പറയാറുണ്ട്. തോമസ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പല പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന പല ആളുകളുടെയും വാർഡ് മെമ്പർമാരുടെയും പഞ്ചായത്ത് പ്രസിഡൻ്റെയും ഒക്കെ പേരിങ്ങനെ പുറത്ത് ഇങ്ങനെ അച്ചടിച്ച് കാണുന്നത് കാണുമ്പോൾ തോമസ് ചേട്ടനൊരു ആഗ്രഹം, എൻ്റെയും പേര് എങ്ങനെയെങ്കിലും ഒരു ഫ്ലെക്സിൽ ഇങ്ങനെ കൈയൊക്കെ ഉയർത്തി നിൽക്കുന്നത് കാണാനായിട്ട്. അവസാനം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഉപായം പറഞ്ഞു കൊടുത്തു. ചേട്ടാ, അത് ഞാൻ സാധിച്ചു തരാം. എന്താ കാര്യം? ചേട്ടൻ എനിക്ക് സാരി വാങ്ങാനായിട്ട് ഒരു 1500 രൂപ തന്നേച്ചാൽ മതി. എന്നിട്ടോ ഞാൻ വളരെ സിമ്പിളായിട്ട് അവസാനം അതിന് കാര്യം ഞാൻ ചെയ്തോളാം സിമ്പിളായിട്ടെന്ന് ഭാര്യ പറഞ്ഞു. അങ്ങനെ 1500 രൂപയ്ക്ക് പകരം 2000 രൂപ തന്നെ സന്തോഷത്തോട് കൊടുത്ത് തോമസ് ചേട്ടൻ. അദ്ദേഹം വൈകുന്നേരം വന്ന് നോക്കുന്ന സമയത്ത് വീടിൻ്റെ മുമ്പിൽ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു വലിയ ബോർഡ്, സാരി വാങ്ങാൻ വേണ്ടി കുടുംബ ഫണ്ടിൽ നിന്നും 2000 രൂപ അനുവദിച്ച തോമസ് ചേട്ടന് കുടുംബ കമ്മിറ്റിയുടെ വക അഭിവാദനങ്ങൾ എന്നും പറഞ്ഞിട്ട് ബോർഡ് വച്ചിരിക്കുന്ന. ഇങ്ങനെ നാട്ടുകാർ കാണാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആന്തരിക സമാധാനം കിട്ടില്ല. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. അതാരും അറിയേണ്ട, ലോകത്ത് ആ വ്യക്തിയും നിങ്ങളും ദൈവവും മാത്രം അറിയുന്ന തരത്തിൽ സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആന്തരിക സമാധാനം കിട്ടുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമായിരിക്കും അത്. എൻ്റെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു തവണ കേരളത്തിലെ ഒരു നഗരത്തിൽ ഞാനൊരു സ്ഥലത്ത് വാഹനം നിർത്തി, തൊട്ടപ്പുറത്ത് എനിക്കൊരു കാര്യം വാങ്ങാനുണ്ടായിരുന്നു. ആ വസ്തു വാങ്ങി ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു ആര്യവൈദ്യശാല ഉണ്ടായിരുന്നു തൊട്ടടുത്ത്. അവിടെ നിൽക്കുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മ വളരെ വിഷമങ്ങൾ സഹിച്ച് പ്രയാസപ്പെട്ട്, നടക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന, അവിടെ എന്തോ മെഡിസിൻ വാങ്ങാൻ വേണ്ടി വന്ന ആ പാവപ്പെട്ട മാതാവിൻ്റെ കയ്യിലേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു സംഖ്യ കൊടുത്ത സമയത്ത് വളരെ ചെറിയ സംഖ്യയാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ആ മാതാവിൻ്റെ മുഖത്ത് വന്ന വല്ലാത്തൊരു പൂന്തിങ്ങൽ, സന്തോഷത്തോടു കൂടെ ആ മാതാവ് പറഞ്ഞു, എനിക്ക് അല്പം കൂടെ മരുന്ന് വാങ്ങിക്കാമല്ലോ, അല്പം കൂടെ മെഡിസിൻ വാങ്ങിക്കാം ഈ കാശ് കൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് നന്ദിപൂർവ്വം ഇങ്ങനെ തൊഴുത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ മാതാവിൻ്റെ ചിത്രം എൻ്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ ചെറിയ സഹായങ്ങൾ പോലും നമ്മളറിയാത്ത ആ അമ്മ എവിടെയുള്ളതാണ് എനിക്കിപ്പോഴും അറിയില്ല. നമ്മളെപ്പോലും അറിയാത്ത ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന വലിയ സഹായങ്ങൾ ആന്തരികമായ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരികയും കൂടുതൽ ചെയ്യുവാനുള്ളൊരു പ്രചോദനമായിട്ട് അത് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. നമുക്കതിന് സാധിക്കും. നമ്മിലൂടെ നമ്മുടെ ഒരുപാട് സഹോദരിമാർ രക്ഷപ്പെടട്ടെ, അവർക്ക് സഹായങ്ങൾ കിട്ടട്ടെ. നമുക്കതിന് സാധിക്കും തീർച്ചയായിട്ടും. കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. ബി വിത്ത് us, ഹാപ്പി ലൈഫ് TV.